കേന്ദ്രം സുതാര്യമായല്ല കാര്യങ്ങൾ നീക്കുന്നതെന്നും എല്ലാറ്റിലും ദുരൂഹതയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണഘടന ഉറപ്പു നൽകുന്ന ഫെഡറൽ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആലപ്പുഴ ചേർത്തലയിൽ നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യത്തിന്റെ സാമ്പത്തിക വിനിയോഗത്തിൽ കേന്ദ്ര സർക്കാരിന് സുതാര്യതയില്ലെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ അധികാരങ്ങളിൽ കേന്ദ്രം കൈകടത്തുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടി ഭരണഘടനാ വിരുദ്ധമാണ്. അതിനാലാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. നമ്മുടെ ഭരണഘടന അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാനങ്ങളുടേതായ അവകാശമുണ്ട്, അതിനുവേണ്ടി അധികാരമുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കടമെടുക്കാനുള്ള അധികാരവും അവകാശവും ഭരണഘടന നൽകുന്നുണ്ട്. അതനുസരിച്ചാണ് നമ്മുടെ നിയമസഭ ഒരു നിയമം തന്നെ ഇതിൻ്റെ ഭാഗമായി പാസാക്കിയത്. പക്ഷേ അതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. കേരളം കേന്ദ്രത്തോട് ചോദിക്കുന്നത് ഔദാര്യമല്ലെന്നും കേരളത്തിലെ ജനങ്ങൾ അടച്ച നികുതിയുടെ വിഹിതമാണെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. കേന്ദ്ര വിഹിതം ഉറപ്പുള്ളത് ലഭിക്കുമെന്ന് കരുതി നമ്മൾ ചെലവഴിച്ചത് 5352 കോടി. വിവിധ ഇനങ്ങളിൽ നമുക്ക് ലഭിക്കേണ്ടത് 57,603 കോടി. ഫലത്തിൽ 60,000 കോടി രൂപയിലധികം ഒരു വർഷം സംസ്ഥാനത്തിന് ലഭിക്കേണ്ടത് പെട്ടെന്നില്ലാതായി. ചിലർ പറയുന്നുണ്ട്, എന്തിനാ കേന്ദ്രം ഇത് നൽകേണ്ടത്? ഞങ്ങൾ ചോദിക്കുന്നത് ദാനമല്ല, ഞങ്ങൾ ചോദിക്കുന്നത് ഔദാര്യമല്ല. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് മാത്രമല്ല, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം മാത്രമല്ല, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളമാണ്. ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ചോദിക്കുന്നത്, നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ പിരിക്കുന്ന നികുതിയിൽ നിന്ന് സമാഹരിക്കുന്നതിന്റെ ഒരു ഭാഗം തിരിച്ചു വേണമെന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വൻ വരവേൽപ്പാണ് ചേർത്തല നൽകിയത്. ദേശീയപാതയോരത്തെ സെന്റ് മൈക്കിൾസ് കോളേജ് ഗ്രൗണ്ടിൽ 10,000 നവകേരള സദസ്സിന്റെ ഭാഗമായി സംഗമിച്ചു. കൃഷി വകുപ്പിന്റെ തോട്ടങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച ക്രിസ്തുമസ് ട്രീയുടെ വിതരണോദ്ഘാടനം ചടങ്ങിൽ മുഖ്യമന്ത്രി നിർവഹിച്ചു. ചിത്രകാരിയായ ഭിന്നശേഷി പെൺകുട്ടി സ്വാതി കൃഷ്ണ താൻ വരച്ച മുഖ്യമന്ത്രിയുടെ ചിത്രം ചടങ്ങിൽ സമ്മാനിച്ചു. കൈരളി ന്യൂസ്, ആലപ്പുഴ.